കരിപ്പൻ ബോസും നാടൻ പെണ്ണും അവസാന ഭാഗം. രചന രസഗുള. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. കാറ് പതുക്കെ മുന്നോട്ട് പോയതോടെ എബിയും ശ്രേയയും കട്ടക്ക് സിങ്കായി കഴിഞ്ഞിരുന്നു. രണ്ടുപേരും ഭയങ്കര തമാശക്കാരായതുകൊണ്ട് വഴിനീളെ ഒന്നിനു പുറകെ ഒന്നായി ചളിയടിച്ച് ചിരിക്കാൻ തുടങ്ങി. അല്ല ശ്രേയ, എബി പതുക്കെ ബാക്ക് സീറ്റിലേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഈ ബാക്ക് സീറ്റിലിരിക്കുന്ന നമ്മുടെ CEO സാറിന്റെ മുഖം കണ്ടോ? ഓഫീസിലിരിക്കുന്നതിലും കട്ട കലിപ്പിനാണുള്ള പുള്ളി ഇരിക്കുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ആ മസിൽ എടുത്തതിനൊരു കുറവില്ല. അത് കേട്ടതും ശ്രേയ ഉറക്കെ ചിരിച്ചുകൊണ്ട് അതിന് കൂട്ടുപിടിച്ചു. അത് പിന്നെ അങ്ങനെയല്ലേ വരും സാറേ. പുള്ളി വിചാരിച്ചു കാണും കല്യാണം കഴിഞ്ഞ ഓഫീസിലെ പോലെ ശ്രീദുർഗയെ കൊണ്ട് ഫയലുകളൊക്കെ നോക്കിപ്പിക്കാന്ന്. പക്ഷെ ഇനി അങ്ങോട്ട് വീട്ടിലെ ഫയലുകളൊക്കെ നോക്കാൻ പോകുന്നത് എന്റെ ദുർഗയാ. ഇനി ഈ സിഇഒയുടെ കലിപ്പൊക്കെ വീട്ടിൽ ചെന്ന പമ്പ് കിടക്കും. എബിയും ശ്രേയയും കൂടി മാറി മാറി അവർ രണ്ടുപേരെയും കളിയാക്കാനും തുടങ്ങി. ശ്രേയയുടെ ആ കുസൃതി നിറഞ്ഞ സംസാരവും തമാശകളും കേട്ടപ്പോൾ എബിയുടെ ഉള്ളിൽ വീണ്ടും പുതിയൊരു പ്രണയത്തിന്റെ മണി മുഴങ്ങുന്നുണ്ടായിരുന്നു. ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അവനിടയ്ക്കിടെ സൈഡിലേക്ക് നോക്കി അവളുടെ ആ മനോഹരമായ ചിരി ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അവരുടെ കളിയാക്കൽ കേട്ടപ്പോൾ ബാക്ക് സീറ്റിൽ നിന്ന് ശ്രീദുർഗക്ക് ചിരിയടക്കാൻ കഴിഞ്ഞില്ല. അവൾ തന്റെ കാതിലെ സ്വർണ്ണ ജിംകി കമ്മലുകൾ കുലുക്കി പതുക്കെ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി. അവൻ പുറമേക്ക് കട്ട ഗൗരവത്തിൽ എബി എന്നൊന്ന് വിരട്ടാൻ നോക്കിയെങ്കിലും തന്റെ തൊട്ടടുത്തിരുന്ന് ചിരിക്കുന്ന ശ്രീദുർഗയുടെ ആ മനോഹരമായ മുഖം കണ്ടപ്പോൾ ആ കലിപ്പൻ സിയയുടെ ഉള്ളിലും ഒരു വലിയ പ്രണയച്ചിരി പതുക്കെ വിരിയുകയായിരുന്നു. എബിയുടെയും ശ്രേയയുടെയും കോമഡികൾ കേട്ട് തങ്ങളുടെ പുതിയ ജീവിതത്തിലേക്ക് അവർ നാലുപേരും ഒന്നിച്ച് ആ കാറിൽ കൊച്ചിയിലേക്ക് യാത്ര തുടരുകയായിരുന്നു. കൊച്ചിയിൽ ആ വലിയ കൺവെൻഷൻ സെന്റർ അപ്പാടെ പ്രകാശപൂരിതമായിരുന്നു. ബിസിനസ് രംഗത്തെ പ്രമുഖരും സെലിബ്രിറ്റികളും അവന്റെ ഓഫീസിലെ ജീവനക്കാരുമെല്ലാം ചേർന്ന് വൻ ജനത്തിരക്കായിരുന്നു അവിടെ. ഹാളിന്റെ നടുവിലായി റോസാപ്പൂക്കളും LED ലൈറ്റുകളും കൊണ്ട് അതീവ മനോഹരമായി ഒരുക്കിയ സ്റ്റേജിലേക്ക് അവനും ശ്രീദുർഗയും പതുക്കെ നടന്നു കയറി. രാത്രിയിലെ ആഡംബര റിസപ്ഷനായി ശ്രീദുർഗ ധരിച്ചിരുന്ന കടുനീല നിറമുള്ള ഒരു മനോഹരമായ ഡിസൈനർ ലഹങ്കയായിരുന്നു. കഴുത്തിൽ തിളങ്ങുന്ന ഡയമണ്ട് നെക്ലേസും കാതിൽ അതിന് ചേരുന്ന വലിയ കമ്മലുകളും ഇട്ട് അവളൊരു രാജകുമാരിയെ പോലെ വേദിയിൽ തിളങ്ങി നിന്നു. കടുനീല സ്യൂട്ടണിഞ്ഞ് മുടിയൊക്കെ കൃത്യമായി ഒതുക്കി കട്ട ലുക്കിലായിരുന്നു അവൻ അവൾക്കൊപ്പം ഉണ്ടായിരുന്നത്. ആ ഒരു സ്റ്റേജിൽ വന്നിരുന്നതും ഫോട്ടോഗ്രാഫർമാരുടെ ക്യാമറ കണ്ണുകൾ ഒന്നിച്ച് മിന്നി തുടങ്ങി. എപ്പോഴും കരിങ്കല്ല് പോലെ ഗൗരവത്തിൽ നിൽക്കാറുള്ള CEO തന്റെ ഭാര്യയെ ചേർത്ത് പിടിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ പതുക്കെ പുഞ്ചിരിക്കുന്നുണ്ട്. ഓഫീസിലെ ജീവനക്കാരായ രാഹുലും വിവേകും അഖിലും ഒക്കെ അത്ഭുതത്തോടെ പരസ്പരം നോക്കി. നമ്മുടെ ഹിറ്റ്ലർ സാർ ചിരിക്കാനൊക്കെ പഠിച്ചില്ലോടാ എന്ന് രാഹുൽ എബിയുടെ കാതിൽ പതിയെ മന്ത്രിച്ചു. സ്റ്റേജിന്റെ ഒരു വശത്തായി ശ്രീയുടെ അച്ഛനും അമ്മയും അവനും മുത്തശ്ശനും ചേർന്ന് അതിഥികളെ സ്വീകരിക്കുന്ന തിരക്കിലായിരുന്നു. മകളുടെ മുഖത്തെ സന്തോഷം കണ്ട് അച്ഛന്റെ കണ്ണ് സന്തോഷം കൊണ്ട് നിറയുന്നുണ്ടായിരുന്നു. റിസപ്ഷന്റെ വലിയൊരു ആകർഷണം എബിയും ശ്രേയയും കൂടിയായിരുന്നു. ബ്ലാക്ക് കളർ സാരിയിൽ സുന്ദരിയായി നിൽക്കുന്ന ശ്രേയ തന്നെയായിരുന്നു എബിയുടെ കണ്ണുകൾ ഇടയ്ക്കിടെ തെരഞ്ഞുകൊണ്ടിരുന്നത്. അതിഥികൾക്ക് പലഹാരങ്ങളും ജ്യൂസും ഒക്കെ നൽകുന്നതിൽ അവൾക്കൊപ്പം എബിയും നടക്കുന്നുണ്ടായിരുന്നു. വലിയൊരു മ്യൂസിക് ബാൻഡിന്റെ മനോഹരമായ പ്രണയഗാനങ്ങൾ പശ്ചാത്തലത്തിൽ ഒഴുകി നടന്നു. അതിഥികളെല്ലാം വന്ന് ദമ്പതികൾക്ക് ആശംസകൾ നേർന്ന് സമ്മാനങ്ങൾ നൽകി. ഫോട്ടോയും എടുത്ത് പതുക്കെ ഭക്ഷണശാലയിലേക്ക് നീങ്ങി. കൊച്ചിയിലെ ഏറ്റവും പ്രശസ്തമായ ഷെഫുമാർ തയ്യാറാക്കിയ വൻ വിഭവസമൃദ്ധമായ ഡിന്നറായിരുന്നു അവിടെ ഒരുക്കിയിരുന്നത്. ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് രാത്രി വൈകിയപ്പോഴേക്കും അതിഥികളൊക്കെ പതുക്കെ പിരിഞ്ഞു തുടങ്ങി. ആ വലിയ റിസപ്ഷൻ രാത്രി മനോഹരമായ ഒരു സ്വപ്നം പോലെയാണ് ശ്രീദുർഗയ്ക്ക് തോന്നിയത്. തന്റെ ഓഫീസിലെ കലിപ്പൻ ബോസിന്റെ കൈപിടിച്ച് കൊച്ചിയിലെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ രാജ്ഞിയായി അവൾ മാറിയതിന്റെ ഔദ്യോഗിക വിളംബരം കൂടിയായിരുന്നു ആ റിസപ്ഷൻ രാത്രി. റിസപ്ഷന്റെ തിരക്കെല്ലാം കഴിഞ്ഞ് രാത്രി വളരെ വൈകിയാണ് എല്ലാവരും ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങിയത്. ശ്രീദുർഗയുടെ അച്ഛനും അമ്മയും ശ്രേയയും എല്ലാം നാട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി തങ്ങളുടെ വണ്ടിക്കരികിലേക്ക് നടന്നു. അതുവരെ ചിരിച്ച് സന്തോഷിക്കുന്ന ശ്രീദുർഗക്ക് അച്ഛനും അമ്മയും തന്നെ തനിച്ചാക്കി പോവുകയാണെന്ന് മനസ്സിലായപ്പോൾ ഉള്ളിൽ വലിയൊരു സങ്കടം ഇരച്ചു കയറി. അവളുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു തുളുമ്പി. അവൾ ഓടിച്ചെന്ന് അച്ഛനും അമ്മയും കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. എന്നെ വിട്ട് പോയല്ലേ അമ്മേ, അവളൊരു കൊച്ചുകുട്ടിയെ പോലെ വിതുമ്പി. അച്ഛൻ മകളുടെ തലയിൽ പതുക്കെ തലോടിക്കൊണ്ട് അവളെ ആശ്വസിപ്പിച്ചു. എന്താ മോളെ ഇത്, നീ ഇപ്പൊ ഒരു പുതിയ ജീവിതത്തിലേക്ക് കയറാൻ പോവല്ലേ, കരയാതെടാ. അച്ഛനും അമ്മയും നിന്റെ കൂടെ തന്നെയുണ്ട്. ദാ അവൻ മോ നിന്നെ നന്നായിട്ട് നോയിക്കോളും. അവൻ പതുക്കെ അടുത്തു വന്ന് ശ്രീയുടെ തോളിൽ കൈവച്ച് അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. അവന്റെ ആ സാമീപ്യം അച്ഛനും അമ്മയ്ക്കും വലിയൊരു ആശ്വാസമായിരുന്നു. അപ്പോഴേക്കും ശ്രേയ അടുത്തു വന്ന് ശ്രീയെ ഒന്ന് കെട്ടിപ്പിടിച്ചു. ഈ കാട്ടുപൂച്ച, കല്യാണം കഴിഞ്ഞ് നീ ഇങ്ങനെ കരഞ്ഞു മെഴിക്കല്ലേ, ഞാൻ നിന്നെ വിളിക്കും, ഇടയ്ക്കിടെ വന്ന് കാണുകയും ചെയ്യും, നീ ധൈര്യമായിട്ടിരിക്കും. ശ്രേയ അവളുടെ കണ്ണുടച്ചുകൊണ്ട് പതുക്കെ ചിരിപ്പിച്ചു. വണ്ടിയിലേക്ക് കയറുന്നതിന് മുമ്പ് ശ്രേയ പതുക്കെ എബിയെ നോക്കിയിട്ട് തലയാട്ടി യാത്ര പറഞ്ഞു. എബിയുടെ കണ്ണുകൾ അപ്പോഴും ആ കറുത്ത സാരി ധരിച്ച പെൺകുട്ടിയിൽ തന്നെയായിരുന്നു. അങ്ങനെ അച്ഛനും അമ്മയും ശ്രേയയും യാത്രയായി. ശ്രീദുർഗ കണ്ണു തുടച്ചുകൊണ്ട് അവനൊപ്പം അവന്റെ ആഡംബര കാറിലേക്ക് കയറി. അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം കാർ അവന്റെ വലിയ ബംഗ്ലാവിന് മുമ്പിൽ വന്നു നിന്നു. വീട് മുഴുവൻ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. കാറിൽ നിന്നിറങ്ങിയ ശ്രീയെ വരവേൽക്കാൻ അവന്റെ മുത്തശ്ശിയും കസിൻസും കുടുംബക്കാരും എല്ലാം വലിയ താരവുമായി ഉമ്മർപ്പടിൽ കാത്തുനിൽപ്പുണ്ടായിരുന്നു. മുത്തശ്ശി വലിയൊരു പുഞ്ചിരിയോടെ മനോഹരമായി കൊളുത്തിവെച്ച നിലവിളക്ക് ശ്രീദുർഗയുടെ കൈകളിലേക്ക് നൽകി. വലത് കാല് വെച്ച് അകത്തേക്ക് കയറും മോളെ, മുത്തശ്ശി സ്നേഹത്തോടെ പറഞ്ഞു.
ശ്രീദുർഗ ഭക്തിയോടെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആ തിളങ്ങുന്ന നിലവിളക്കം കയ്യിലേന്തി വലതുകാൽ വെച്ച് അവന്റെ ആ വലിയ വീട്ടിലേക്ക് പ്രവേശിച്ചു. അവനവളുടെ തൊട്ടുപിറകിലായി കൂടെ ഉണ്ടായിരുന്നു. അകത്തേക്ക് കയറിയ ഉടനെ തന്നെ മുത്തശ്ശിയും കസിൻസ് പെൺകുട്ടികളും ചേർന്ന് ശ്രീദുർഗയെ വളഞ്ഞു. ഇനി വിളങ്ങി തന്നേക്ക് സാറേ എന്ന് പറഞ്ഞ് അവനെ കളിയായിക്കൊണ്ട് ശ്രീ അവിടുന്ന് കൂട്ടി. അവൻ സ്ത്രീയെ മുകളിലെത്തുന്ന നിലയിലുള്ള മറ്റൊരു വലിയ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആദ്യരാത്രിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങാൻ പോവുകയായിരുന്നു അവർ. അവിടെ ശ്രീദുർഗ കുടിക്കാൻ വേണ്ടി കസവുകരയുള്ള ഒരു മനോഹരമായ ചുവപ്പ് പട്ടുസാരി അവർ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും ചേർന്ന് അവളുടെ ആ ഹെവി ലങ്കയൊക്കെ മാറ്റി ആ പുതിയ പട്ടുസാരി അവൾ അധികം ഭംഗിയായി ഉടുപ്പിച്ചു. മുടി പതുക്കഴിച്ചിട്ട് അതിൽ മുല്ലപ്പൂക്കൾ ചൂടിച്ചു. കഴുത്തിൽ ചെറിയൊരു മാലയും കാതിൽ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ വലിയ ജിമിക്കി കമ്മലുകളും അണിയിച്ചു. കണ്ണാടിയിൽ നോക്കിയപ്പോൾ ആ മുല്ലപ്പൂവിന്റെ മണവും ചുവപ്പ് സാരിയുടെ ഭംഗിയുമായി ശ്രീദുർഗ ശരിക്കൊരു നാടൻ മണവാട്ടിയായി തിളങ്ങി. അവളുടെ മുഖത്ത് നാണവും ഒപ്പം തന്നെ കലിപ്പം ബോസിന്റെ അടുത്തേക്ക് പോകേണ്ടി വരുന്നതിന്റെ ചെറിയൊരു പരിഭ്രമം വന്ന് നിറയുന്നുണ്ടായിരുന്നു. സ്ത്രീ ഒരുക്കി കഴിഞ്ഞതും കസിൻസ് എല്ലാവരും ചേർന്ന് അവളുടെ കയ്യിലേക്ക് മധുരം നിറഞ്ഞ ആ പാൽ ഗ്ലാസ് കൊടുത്തു. ദാ ഇതും പിടിച്ച് നേരെ അങ്ങോട്ട് പോയിക്കോ, ഇനി ഒട്ടും സമയം കളയണ്ട. അമ്മന്റെ കസിൻസ് പെൺകുട്ടികൾ അവളെ നോക്കി കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് ചിരിച്ചു. അയ്യോ എനിക്ക് പേടി തോന്നുക. സ്ത്രീ കയ്യിലെ പാൽ ഗ്ലാസിലേക്ക് നോക്കി പരിഭ്രമത്തോടെ പറഞ്ഞു. അവളുടെ നെഞ്ചിരിപ്പിപ്പോൾ മുകളിലത്തെ നിലയ്ക്ക് വരെ കേൾക്കാവുന്ന തരത്തിൽ പടപടാൻ ഇടിക്കുന്നുണ്ടായിരുന്നു. ഒരു പേടിയും വേണ്ട, ഓഫീസിലെ കലിപ്പം ബോസ് ആണെങ്കിലും മണിയറയിൽ പുള്ളി പാവായിരിക്കും. അവരവളെ തള്ളിപ്പറിച്ച് അവന്റെ ആ വലിയ മുറിയുടെ മുന്നിലേക്ക് കൊണ്ടുവിട്ടു. എന്നിട്ട് പുറകിൽ നിന്ന് എല്ലാവരുടെയും കൂടെ പതുക്കെ ഓടി മറഞ്ഞു. ഇപ്പോൾ ആ വലിയ കോറിഡോറിൽ ശ്രീദുർഗ മാത്രം തനിച്ചായി. കയ്യിൽ പാലുമായി നിൽക്കുന്ന അവളുടെ വിരലുകൾ വല്ലാതെ വിറക്കുന്നുണ്ടായിരുന്നു. അവൾ മുല്ലപ്പൂ മണക്കുന്ന ആ ചുവപ്പ് പട്ടുസാരിയുടെ തലപ്പ് ഒന്നുകൂടി ഒതുക്കി പിടിച്ചു. അവൾ പതുക്കെ ആ വലിയ മുറിയുടെ വാതിലിനടുത്തേക്ക് നീങ്ങി. വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് വാതിൽ പതുക്കെ ഒന്ന് തട്ടി. അകത്തുനിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. അവൾ പതുക്കെ ഒന്നുകൂടി ശക്തിയിൽ വാതിൽ മുന്നോട്ട് തള്ളി. പക്ഷെ പെട്ടെന്നൊരു വലിയ അത്ഭുതം പോലെ അവൾ തള്ളേണ്ട താമസം അകത്തുനിന്ന് ആരോ വാതിൽ ഒറ്റ വലിക്കങ്ങ് തുറന്നു. സ്ത്രീ പ്രതീക്ഷിക്കാത്തൊരു വേഗത്തിലായിരുന്നു വാതിൽ തുറക്കപ്പെട്ടത്. അവൾ പരിഭ്രമത്തോടെ മുന്നിലേക്ക് നോക്കി. കോട്ടും സൂട്ടുമൊക്കെ മാറ്റി കറുത്ത പാന്റും വെള്ള ഷർട്ടും ധരിച്ച് ഷർട്ടിന്റെ മുകളിലത്തെ 2 ബട്ടൺസൊക്കെ അഴിച്ച് ലുക്കിൽ അവൻ ദേവർമത വാതിലുകൾ തടസ്സമായി നിൽക്കുന്നു. അവന്റെ ആ മൂർച്ചയുള്ള കണ്ണുകൾ ചുവപ്പ് പട്ട് സാരിയും എടുത്ത് തലയിൽ മുല്ലപ്പൂവും ചൂടി നിൽക്കുന്ന സ്ത്രീയുടെ മുഖത്ത് അപ്പാടെ തറഞ്ഞു നിന്നു. ആ നോട്ടത്തിൽ ഒരായുസിന്റെ പ്രണയം മുഴുവൻ ഇരച്ച് കയറുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വാതിൽ തുറന്ന അപ്രതീക്ഷിത നീക്കത്തിൽ ശ്രീദുർഗ ശ്വാസം അടക്കി പിടിച്ച് കയ്യിലെ പാൽ ഗ്ലാസ് മുറുക്കെ പിടിച്ച് ആ കലിപ്പൻ ബോസിന്റെ മുന്നിൽ വിറച്ചു നിന്നു. വാതിൽ തുറന്ന് കട്ടലുക്കിൽ മുന്നിൽ നിൽക്കുന്ന അമനെ കണ്ടതും സ്ത്രീ പതുക്കെ ഒന്ന് പിന്നോട്ടാഞ്ഞു. പക്ഷെ അവൾക്ക് മാറാൻ ഒരൊറ്റ സെക്കൻഡ് പോലും കൊടുക്കാതെ അമൻ അവളുടെ കൈത്തണ്ടയിൽ പതുക്കെ പിടിച്ച ഒരൊറ്റ വലി. ശ്രീദുർഗ നേരെ വന്ന് പതിച്ചത് അവന്റെ ആ ബലിഷ്ഠമായ നെഞ്ചിലേക്കായിരുന്നു. ഒപ്പം വാതിലടയുകയും ചെയ്തു. പെട്ടെന്നുള്ള ആ വലിയിൽ അവളുടെ കയ്യിൽ നിന്ന് ഗ്ലാസ്സിലെ പാലിൽപ്പം പുറത്തേക്ക് തെറിച്ച് അവന്റെ വെള്ള ഷർട്ടിലും അവളുടെ ചുവപ്പ് പട്ടുസാരിയിലും വീണു. അയ്യോ സർ, ദേ നോക്കിയേ, പാല് മൊത്തം ഷർട്ടിലായി. മാറിക്കേ, ഞാൻ തുടച്ചു തരാം. സ്ത്രീ പരിഭ്രമത്തോടെ അവന്റെ നെഞ്ചിലെ പാലിന്റെ കറ തുടക്കാനാഞ്ഞു. പക്ഷെ അമൻ അവളുടെ 2 കൈകളും പിടിച്ചു മാറ്റി ആ ചുമരിലേക്ക് പതുക്കെ ചേർത്ത് നിർത്തി. കോട്ടുമിട്ട് ഓഫീസിൽ നിൽക്കുന്നതിനേക്കാൾ 100 ഇരട്ടി ഗാംഭീര്യത്തിലായിരുന്നു അവനപ്പോൾ. ഷർട്ടിന്റെ പാലിലെ കറയുന്ന അവൻ ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. അവന്റെ ആ മൂർച്ചയുള്ള കണ്ണുകൾ ചുവപ്പ് പട്ട് സാരി എടുത്ത് തലയിൽ മുല്ലപ്പൂവും ചൂടി നിൽക്കുന്ന സ്ത്രീയുടെ മുഖത്തേക്ക് അപ്പാടെ തറഞ്ഞു നിന്നു. സാറോ? അവനൊരു പുരികമുയർത്തി സംശയബാധയിൽ ചോദിച്ചു. ഓഫീസിൽ ആ 12ാം നിലയിലല്ല നമ്മളിപ്പോ നിൽക്കുന്നത്. അവളുടെ മുഖത്തേക്ക് അല്പം ആഞ്ഞിരുന്നു പറഞ്ഞവൻ. അവന്റെ ആവശ്യമായ ശബ്ദം കേട്ടപ്പോൾ സ്ത്രീയുടെ ശരീരമാകെ ഒന്ന് തരിച്ചുപോയി. അത് ശീലായിപ്പോയി അമൻ. അവൾ വളരെ പതുക്കെ നാണത്തോടെ തലതാഴ്ത്തി അവന്റെ പേര് ആദ്യമായി വിളിച്ചു. ആ വിളി കേട്ടതും അമന്റെ ചുണ്ടിൽ ഒരു വന്യമായ ചിരി വിരിഞ്ഞു. അവനവളുടെ താടിയിൽ പതുക്കെ പിടിച്ച് മുഖം മുകളിലേക്ക് ഉയർത്തി. ഓഫീസിൽ വെച്ച് എന്നെ പോത്തിന്റെ കുറവുള്ള കാലനെന്ന് വിളിച്ചപ്പോൾ ഉണ്ടായിരുന്ന നിന്റെ ധൈര്യമൊക്കെ എവിടെ പോയി തുറക്ക? ലിഫ്റ്റിൽ വെച്ച് വലിയ മാസടിച്ച ആളാണ് ഈ എന്റെ മുമ്പിൽ വന്ന് പേടിച്ച് വിറക്കുന്നു. അവൻ കുസൃതിയോടെ കണ്ണിറുക്കി. അവൻ തന്നെ പഴയ കാര്യം പറഞ്ഞ് വീണ്ടും ചൊറിയാൻ നോക്കിയാണെന്ന് മനസ്സിലായതും സ്ത്രീയുടെ ഉള്ളിൽ ആ പഴയ സ്വഭാവം പതുക്കെ പുറത്തു വന്നു. അവൾ ചുണ്ടൊന്ന് വളർത്തി അവന്റെ കടുത്ത കണ്ണുകളിലേക്ക് നേരെ നോക്കി. ഓഹോ, അപ്പൊ കക്ഷി പഴയതൊന്നും മറന്നിട്ടില്ല അല്ലേ? അവൾ മനസ്സിലോർത്തു. ഞാനൊന്നും പേടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. എപ്പോഴും ആ മസിലൊക്കെ പിടിച്ചടക്കുന്നുണ്ടാ ഞാൻ അങ്ങനെ വിളിച്ചു. ലേശം ചിരിക്കാൻ പോലും അറിയാത്തൊരു മനുഷ്യൻ ഇപ്പതേ ആദ്യരാത്രിയായിട്ടും പഴയ കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുക. അവൾ തന്റെ കാതിലാ വലിയ സ്വർണ്ണ ജിമിക്ക് കമ്പനികളൊന്ന് കുലുക്കി തിരിച്ച് 2 ഡയലോഗും കടിച്ചു. അവളുടെ ആ പഴയ കുസൃതിയും തന്റെ ഇടവും ഈ മുറിയുടെ ഉള്ളിലും മാറിയിട്ടില്ലെന്ന് കണ്ടതും അവന്റെ ഉള്ളിലെ പ്രണയ സകല നിയന്ത്രണങ്ങൾ ലംഘിച്ച് കഴിഞ്ഞിരുന്നു. അവനൊരൊറ്റ ചൂട് കൂടി മുന്നോട്ട് വെച്ച് അവളെ ചുമരിലേക്ക് പൂർണ്ണമായും ലോക്ക് ചെയ്തു. അവളുടെ ശ്വാസത്തിന്റെ ചൂട് അവൻ അറിയുന്നുണ്ടായിരുന്നു. ചിരിക്കാൻ എനിക്ക് അറിയില്ലെന്നല്ലടി നീ പറഞ്ഞു, പക്ഷെ എന്റെ ജീവിതത്തിലേക്ക് ചിരി കൊണ്ടുവന്ന നീയല്ലേടി. അവന്റെ ശബ്ദമല്ലാതെ താഴ്ന്നു. അവരിൽ പ്രണയം മാത്രം നിറഞ്ഞിരുന്നു. ഇനി മുതൽ നിന്റെ ഈ കുസൃതി എനിക്ക് മാത്രം സ്വന്തമാണ്. ഐ ലവ് യു ദുർഗ. അമൻ അത്രയും പറഞ്ഞു തീർത്തവും സ്ത്രീയുടെ മറുപടിക്കായി കാത്തിൽക്കാതെ അവളുടെ നെറ്റിയിലും പിന്നീട് അവളുടെ അധരങ്ങളിലും തന്റെ പ്രണയം അതീവാർദ്രമായി അവൻ കോറിയിട്ടു.
അവന്റെ ആ കടുത്ത പ്രണയത്തിന്റെ ചൂടിൽ ശ്രീ പതുക്കെ കണ്ണുകളടച്ച് അവന്റെ കഴുത്തിലൂടെ കൈകൾ കോർത്തു പിടിച്ചു. മുല്ലപ്പൂവിന്റെ സുഗന്ധം ആ മുറിയിലാകെ പടർന്നു. സ്ത്രീയുടെ കഴുത്തിലൂടെ കോർത്തു പിടിച്ച കൈകൾ അവന്റെ ചുമലുകളിൽ കൂടുതൽ മുറുകി. അവളുടെ ആദരങ്ങളിൽ തന്റെ പ്രണയം കോറിയിടുമ്പോഴും അവന്റെ ഉള്ളിലെ പ്രണയം അതിന്റെ സർവ്വ നിയന്ത്രണങ്ങൾ ലംഘിച്ച് മുന്നോട്ട് കുതിക്കുകയായിരുന്നു. പതിയെ പ്രണയം ഒരു വന്യമായ ആവേശമായി മാറി. അവൻ അവിടെ ആദരങ്ങളെ കൂടുതൽ ആഴത്തിൽ ചുംബിച്ചു. ആ ചുംബനത്തിന്റെ തീവ്രതയിൽ അവന്റെ പല്ലുകൾ അവിടെ ആദരങ്ങളിൽ ചെറുതായി അമർന്നതും സ്ത്രീയുടെ ഉള്ളിൽ ഒരു ചെറിയ പിടച്ചിലുണ്ടായി. ആ ഒരു സുഖമുള്ള വേദനയിൽ അറിയാതെ തന്നെ അവളുടെ വിരലുകളിലെ നഖങ്ങൾ അവന്റെ ബലിഷ്ഠമായ പുറത്ത് ആഞ്ഞു പതിഞ്ഞു. ആ ഒരു സ്പർശനം അവനെ കൂടുതൽ ഭ്രാന്തനാക്കി. അവൻ ആ ചുംബനത്തിന്റെ ആഴം കൂട്ടി അവളുടെ ആദരങ്ങളെ പൂർണ്ണമായും തന്റേതാക്കി മാറ്റി. പിന്നീട് പതിയെ അവൻ അവളുടെ ചുണ്ടുകളിൽ നിന്നും മാറി അവളുടെ ആ നീണ്ട കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. അവളുടെ കഴുത്തിലെ ആ മനോഹരമായ മറുകിന് മുകളിലായി അവൻ തന്റെ പല്ലുകൾ പതുക്കെ അമർത്തി കടിച്ചതും സ്ത്രീയുടെ ഉള്ളിൽ നിന്ന് ഒരു നേർത്ത മുകളിൽ പുറത്തേക്ക് വന്നു. അവളുടെ ആ ശബ്ദം കൂടി കേട്ടതോടെ അവന് തന്നെ നിയന്ത്രണം പാടെ നഷ്ടപ്പെട്ടു. അവനൊട്ടും സമയം കളയാതെ മതിലിൽ ചാഞ്ഞു നിൽക്കുകയായിരുന്ന സ്ത്രീ ഒരൊറ്റ വലിക്ക് കൈകളിൽ കോരിയെടുത്തു. പെട്ടെന്ന് വായുവിൽ ഉയർന്നു. സ്ത്രീ പരിഭ്രമത്തോടെ അവന്റെ കഴുത്തിൽ കൂടുതൽ മുറുക്കെ പിടിച്ചു. അവൻ അവളെ പതിയെ ആ കട്ടിലേക്ക് കിടത്തി. അവൾക്ക് മുകളിലായി അവൻ തന്റെ കൈകൾ കുത്തി നിന്നു. മുല്ലപ്പൂകൾ ചിതറിക്കിടക്കുന്ന ആ കട്ടിലിൽ ശ്വാസമെടുക്കാൻ പാടുപെടുന്ന ശ്രീദുർഗയെ കണ്ടപ്പോൾ അവന്റെ കണ്ണുകളിൽ പ്രണയവും കാമവും ഒരുപോലെ തിളങ്ങി. ആ നോട്ടം താങ്ങാൻ കഴിയാതെ സ്ത്രീയാകെ നാണിച്ചുപോയി. അവൾ കണ്ണുകൾ വെട്ടിച്ച് തല വശത്തേക്ക് മാറ്റി. അവളുടെ ആ നാണം കണ്ടതും അവൻ തന്റെ കീഴ്ച്ചുണ്ട് പല്ലുകൾ കൊണ്ട് പതുക്കെ കടിച്ചു പിടിച്ച് അവളെ തന്നെ നോക്കിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് അല്പം കൂടി താഴ്ന്നു വന്നു. അവൻ അവളുടെ കാതോരം വന്ന ആ പരുക്കൻ ശബ്ദത്തിൽ വളരെ പതുക്കെ മന്ത്രിച്ചു. ദുർഗ, ഞാൻ നിന്നെ ശരിക്കും വേദനിപ്പിക്കാൻ പോവുകയാ. സ്ത്രീയുടെ കവിളുകൾ ചുവന്നു തൊടുത്തു. അവൾ നാണം കൊണ്ട് തന്റെ കൈകൾ കൊണ്ട് മുഖം പൊത്തി അവന്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു. അവൾക്കൊരക്ഷരം പോലും തിരിച്ചു പറയാൻ കഴിഞ്ഞില്ല. അവൻ അവളുടെ കൈകൾ പതുക്കെ മാറ്റി ആ മുഖത്തേക്ക് നോക്കി ഒരു കള്ളച്ചിരിയോടെ വീണ്ടും അടുത്തേക്ക് നീങ്ങി. അവളുടെ മുഖം പൊത്തിപ്പിടിച്ചിരുന്ന കൈകൾ പതുക്കെ മാറ്റിക്കൊണ്ട് അവൻ വീണ്ടും അവളുടെ മുഖം മധുരങ്ങളിലേക്ക് തന്റെ മുഖം അടുപ്പിച്ചു. ഇത്തവണ ചുംബനത്തിന് മുമ്പത്തേക്കാൾ തീവ്രതയുണ്ടായിരുന്നു. ഒട്ടും ധൃതി കൂട്ടാതെ എന്നാൽ ആഴത്തിൽ അവൻ അവളെ ചുംബിച്ചുകൊണ്ടിരുന്നു. ആ ചുംബനത്തിന്റെ ലഹരിയിൽ രണ്ടുപേരും മതിമറന്നു. ചുംബനത്തിനിടയിൽ അവന്റെ കൈകൾ പതിയെ അവളുടെ ശരീരത്തിലൂടെ ചലിക്കാൻ തുടങ്ങി. ആ പട്ട് സാരിയുടെ മടക്കുകൾക്കിടയിലൂടെ അവളുടെ അരക്കെട്ടിന്റെ വശങ്ങളിലേക്ക് അവന്റെ വിരലുകൾ നീങ്ങി. സാരിയുടെ ആ ഒരു ചെറിയ വിടവിലൂടെ അവന്റെ ചൂടുള്ള കൈപ്പത്തി അവളുടെ നഗ്നമായ അരക്കെട്ടിൽ തൊട്ടതും സ്ത്രീ അറിയാതെ ഒന്ന് പിടഞ്ഞു. അവൻ അവിടെ ആ വീതിയുള്ള അരക്കെട്ടിൽ ബലമായി തന്നെ കൈകൾ അമർത്തി പിടിച്ചു. ആ ഒരു ശക്തമായ പിടിയിൽ സ്ത്രീയുടെ ഉള്ളിൽ ഒരു പുതിയ തരിപ്പ് പടർന്നു കയറി. ആദരങ്ങളിലെ ചുംബനം അവസാനിപ്പിച്ച് അവൻ പതിയെ താഴേക്ക് നീങ്ങി. അവൻ വിറക്കുന്ന ശബ്ദത്തിൽ അവൾ വളരെ പതുക്കെ അവന്റെ പേര് വിളിച്ചു. അവൻ അവളുടെ നെറ്റിയിൽ ഒരിക്കൽ കൂടി ചുണ്ടുകൾ അമർത്തി. ആ ചുംബനം പതിയെ അവളുടെ കൺപോളകളിലേക്കും മൂക്കിൻ തുമ്പിലേക്കും പടർന്നു. പിന്നീട് ആ മുറിയിൽ മൗനവും അവരുടെ ശ്വാസതാളവും മാത്രം ബാക്കിയായി. ജനാലയിലൂടെ അരിച്ചെത്തിയ നിലാവ് മുല്ലപ്പൂക്കൾ ചിതറിക്കിടക്കുന്ന ആ കട്ടിലിനെയും ആ രണ്ട് പ്രണയ ശരീരങ്ങളെയും പുതപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആ രാത്രി അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ, ഒരിക്കലും മറക്കാനാവാത്തൊരു കാവ്യമായി മാറി. പിറ്റേന്ന് രാവിലെ ജനാല വരികൾക്കിടയിലൂടെ സൂര്യപ്രകാശം സ്ത്രീയുടെ മുഖത്തേക്ക് അടിച്ചപ്പോഴാണ് അവൾ പതുക്കെ കണ്ണുകൾ തുറന്ന്. തലേ ദിവസത്തെ പ്രണയ നിമിഷങ്ങളുടെ ഓർമ്മയിൽ അവളുടെ ചുണ്ടിൽ അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൾ പതുക്കെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവനൊരു കൈ തലയ്ക്ക് കീഴെ വെച്ച് അവളെ തന്നെ നോക്കി കിടക്കുകയാണ്. അവന്റെ കണ്ണുകളിൽ ആ പഴയ കലിപ്പൻ ഭാവം ലേശവുമില്ലായിരുന്നു. ഗുഡ് മോർണിംഗ് എന്ന് പിയെ കുട്ടി, അവൻ കുസൃതിയോടെ വിളിച്ചു. സ്ത്രീ പെട്ടെന്ന് നാണത്തോടെ പുതപ്പൊന്നുകൂടി ശരീരത്തോട് ചേർത്ത് പിടിച്ചു. ഗുഡ് മോർണിംഗ് സിയ സാറേ, അവൾ പതുക്കെ പറഞ്ഞു. ഇപ്പോഴും സാറോ? അല്ല, എൻ്റെ അമ്മൻ. അവൾ ചിരിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് പതുക്കെ തലയയച്ചു. അവൻ അവളെ തന്റെ കൈകൾക്കുള്ളിലേക്ക് ചേർത്ത് പിടിച്ചു. പുതിയൊരു മനോഹരമായ പുലരിയിലേക്ക് അവർ രണ്ടുപേരും ഒന്നിച്ച് ചുവടുവെക്കുകയായിരുന്നു. ദിവസങ്ങൾ വളരെ പെട്ടെന്നാണ് കടന്നുപോയത്. വർമ്മ ഗ്രൂപ്പ്സിന്റെ ഓഫീസിലെ കാര്യങ്ങളെല്ലാം പഴയതുപോലെ തിരക്കിട്ടായിരുന്നു. 12ാം നിലയിൽ ആ വലിയ കോറിഡോറിലൂടെ കറുത്ത സ്യൂട്ടുമിട്ട് അമൻ ദേവ് വർമ്മ നടന്നു വരുമ്പോൾ ജീവനക്കാരെല്ലാം പതിവ് പോലെ ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിന്നു. ഗുഡ് മോർണിംഗ് സാർ, എല്ലാവരും വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. അമൻ ഗൗരവത്തിൽ തലയാട്ടി മുന്നോട്ട് നടന്നു. പക്ഷേ സിഇഒയുടെ വലിയ ഗ്ലാസ് ക്യാബിന് തൊട്ടടുത്തുള്ള PA ക്യാബിന് മുന്നിലെത്തിയതും അവൻ പതുക്കെ നടപ്പ് നിർത്തി. അവൻ ആ ഗ്ലാസ് ഡോർ തുറന്ന് ഉള്ളിലേക്ക് നോക്കി. അവിടെ കസേരയിൽ നിന്ന് നല്ല ഉഷാറായിട്ട് കാലുവാട്ടി ഫോൺ നോക്കിയിരിക്കുകയായിരുന്നു ശ്രീദുർഗ. അവൾ അവനെ നോക്കി നല്ല സൂപ്പർ ചിരിവാസാക്കി. അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് മേശപ്പുറത്ത് കൈകൾ കുത്തി കണ്ണ് ചെറുതാക്കി നോക്കി. ശ്രീദുർഗ, ഞാൻ തന്ന ഫയലുകളൊക്കെ നോക്കി തീർത്തോ? പുറമേ കലിപ്പൻ ബോസിന്റെ ഭാവമായിരുന്നെങ്കിലും അവന്റെ കണ്ണുകളിൽ പ്രണയം തിളങ്ങുന്നുണ്ടായിരുന്നു. ഓ, എല്ലാം തീർത്തു സിയ സാറേ. വീട്ടിൽ ചെന്ന ഞാൻ ഭാര്യയാണെങ്കിലും ഓഫീസിൽ വന്ന ഞാൻ കറക്റ്റ് PA ആണ്. ഒരൊറ്റ തെറ്റുപോലും കണ്ടുപിടിക്കാൻ ഈ അമൻ ദേവർമ്മ കഴിയില്ല, കേട്ടല്ലോ.
ശ്രീ മേശപ്പുറത്തിരുന്ന ഫയൽ അവന് നേരെ നീക്കൊണ്ട് തോളന്നു കുലുക്കി പറഞ്ഞു. അവൻ ആ ഫയലുമായി പുറത്തേക്ക് നടക്കാനാഞ്ഞതും ശ്രീ പതുക്കെ എഴുന്നേറ്റ് അവന്റെ കോട്ടിന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് ആരും കാണാതെ അവന്റെ കവിളിൽ ഉമ്മ കൊടുത്തു. ഓഫീസിലെ കരിപ്പം ബോസിന് എന്റെ പകരം ചെറിയ ഗിഫ്റ്റ് അവൾ കണ്ണിറുക്കി കാണിച്ചു. അവൻ ഞെട്ടലോടെ ചുറ്റും നോക്കി. എന്നിട്ട് ആരും കണ്ടില്ലെന്ന് ഉറപ്പുവരുത്തി അവളുടെ മൂക്കിൽ പതുക്കിയൊന്ന് നുള്ളി. അവന്റെ ചുണ്ടിലെങ്ങും കാണാത്ത വശ്യമായൊരു പുഞ്ചിരി വിരിഞ്ഞു. നീ നന്നാവില്ലടി. അവൻ സ്വയം മന്ത്രിച്ചുകൊണ്ട് സ്വന്തം ക്യാബിലേക്ക് നടന്നു. ഇതേ സമയം ഓഫീസിന്റെ താഴത്തെ നിലയിലെ ക്യാൻറ്റീനിൽ മറ്റൊരു സുന്ദരമായ കാഴ്ച നടക്കുന്നുണ്ടായിരുന്നു. ഒരു കയ്യിൽ കോഫി കപ്പുമായി എബിരിക്കുമ്പോൾ തൊട്ടടുത്ത സീറ്റിൽ നിന്ന് ഒരു പുതിയ പ്രൊജക്ടിന്റെ ഫയലുകൾ നോക്കിയായിരുന്നു ശ്രേയ. അതെ, ശ്രീദുർഗയുടെ ശുപാർശയിൽ ശ്രേയ ഇപ്പോൾ വർമ്മ ഗ്രൂപ്പ്സിന്റെ ഒരു പ്രധാന ഡിസൈനറായി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എബി കോഫി കുടിക്കുന്നതിനിടയിലും സൈഡിലൂടെ ശ്രേയ മനോഹരമായ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അല്ല ശ്രേയ, നീ വന്നതിൽ പിന്നെ ഓഫീസിലെ ചളിയൊക്കെ കുറഞ്ഞോ എന്ന് എനിക്ക് തോന്നുന്നു. നമുക്കിന്ന് വൈകുന്നേരം ജോലിയും പതുക്കെ പുറത്തോടൊന്ന് പോയാലോ? ഒരു പുതിയ ചളി കണ്ടുപിടിച്ചിട്ടുണ്ട്, പറഞ്ഞുതരാം. എബി കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ശ്രേയ ഫയലിൽ നിന്ന് തലയുയർത്തി അവനൊന്ന് കനപ്പിച്ച് നോക്കി. എന്നിട്ട് പതുക്കെ ചിരിച്ചു. ഓഹോ, അപ്പൊ എബി സാറിന് പുതിയ ചളി ഇറക്കാൻ എന്നെ തന്നെ വേണമല്ലേ? ശരി, വണ്ടിയായിട്ട് റെഡി ആയിക്കോ. വൈകുന്നേരം നമുക്ക് കൊച്ചി മുഴുവനൊന്ന് ചുറ്റാം. ആളുടെ മറുപടി കേട്ടതും എബിയുടെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങി. അമന്റെയും ശ്രീദുർഗയുടെയും പ്രണയം ഒരു വിജയതീരത്തെത്തിയപ്പോൾ ദാ ഇവിടെ എബിയുടെയും ശ്രേയയുടെയും മനസ്സിൽ പുതിയൊരു മനോഹരമായ പ്രണയകഥയുടെ അധ്യായങ്ങൾ എഴുതി ചേർക്കപ്പെടുകയായിരുന്നു. ആകാശമുട്ട് ഉയർന്നിൽക്കുന്ന വർമ്മ ഗ്രൂപ്പ്സ് എന്ന ആ വലിയ ഗ്ലാസ് കെട്ടിടത്തിനുള്ളിൽ കലിപ്പും കുസൃതിയും ചളിയടിയും പ്രണയവുമെല്ലാം ചേർന്ന് ഒരു പുതിയ ഉത്സവകാലം തന്നെയായിരുന്നു അപ്പോൾ തുടങ്ങിയിരുന്നത്. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.